ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ മക്കളുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് വ്യൂസ് ആക്ച്വലി കുറവാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ അതായത് വാട്സാപ്പിലൊക്കെ നമ്മളിത് ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ പേഴ്സണലായിട്ട് എനിക്ക് കുറേ മെസ്സേജസ് വന്നു. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുമോ, ഇതിനകത്തുള്ള ഐറ്റംസ് മേടിച്ചതും പ്രൈസും എല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് കുറേ റിക്വസ്റ്റ് ഒരുപാട് പേര് പറഞ്ഞു. അറിയാവുന്ന ആൾക്കാരാണ് കൂടുതലും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബാഗും വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ലഞ്ച് ബോക്സും മേടിച്ചത് കരുനാഗപ്പള്ളിയിൽ സ്മാർട്ട് ബസാർ എന്നും പറഞ്ഞ് റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഷോപ്പുണ്ട്. സ്മാർട്ട് ബസാർ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാ ഐറ്റംസും കിട്ടുന്ന കട. അപ്പോൾ ആ ഒരു ഷോപ്പിൽ ഓഫേഴ്സൊക്കെ ഉണ്ടായിട്ട് അവിടെ പോയി നോക്കി. അപ്പോൾ ഫാൻസി ബാഗ് മേടിക്കേണ്ടെന്ന് വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം മോൾക്ക് എല്ലാം ഫാൻസി ഐറ്റംസ് മേടിച്ചിട്ട് പെട്ടെന്ന് ഡാമേജ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നോർമൽ ബാഗ്സ് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ലീവ് സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ബാഗില്ലേ, അത് ഞങ്ങൾ കുറേ നാൾ മുമ്പ് ബഹ്റൈനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്യാരി ബാഗായിട്ട് 1-2 ആ ഒരു ബ്രാൻഡിൻ്റെ മേടിച്ചിട്ട് ഇപ്പോഴും അതിനൊരു ഡാമേജും ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ 2 ബാഗ് മേടിച്ചത്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽസും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. പിന്നെ അതിന് ഒരു ഓഫറും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ 2 ബോട്ടിൽ മേടിച്ചത്. പിന്നെ ബാഗ് മാത്രമേ ഉള്ളൂ കളറ് സെപ്പറേറ്റ്. ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ ഒരുപോലെയാണ് എടുത്തത്. കാരണം വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പരസ്പരം അവർ രണ്ടും അടിയിടണ്ടല്ലോ. അപ്പോൾ ഈ ബാഗ് മോന് ചെറിയ ബാഗ് മതി, മോൾക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള വേണം. അതുകൊണ്ടാണ് 2 സൈസിലെടുത്തപ്പോൾ 2 കളർ കിട്ടിയത്. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സും അവിടെ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഈ ലഞ്ച് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് യൂസ് ചെയ്യുമ്പോൾ യൂസർ ഫ്രണ്ട്ലി ആണോ എന്ന് ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്കൂളിൽ പോകുമ്പോൾ ഇത് ചോറൊക്കെ കൊടുത്തു വിടുമ്പോൾ അവരെങ്ങനെയാണ് ഇതെനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പ് നമ്മൾ ഈ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോറ് കൊണ്ടാൻ വേണ്ടി വലിയ തൂക്കുപാത്രമില്ലേ അത് കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ചെറിയ ലഞ്ച് ബോക്സിനകത്ത് ഇങ്ങനെ 2 തട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് അത് എടുത്തത്. പിന്നെ ഈ ലോക്ക് സിസ്റ്റം ഒക്കെ അവർക്ക് പാടാണെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അത് മേടിച്ചു. അത് ഒന്നിനൊന്ന് ഓഫർ ഉണ്ടായിരുന്നു. ഒരെണ്ണം 399, അത് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഐറ്റംസാണ് നമ്മൾ സ്മാർട്ട് ബസാറിൽ നിന്ന് മേടിച്ചത്. പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് മേടിച്ചത് നമ്മുടെ വീട് ചവറയാണ്, ചവറ കുട്ടുകാടാണ്. അപ്പോൾ ഈ ചവറയിൽ തന്നെ നല്ലയെഴുത്ത് ജംഗ്ഷൻ ഹൈവേ തന്നെ നല്ലയെഴുത്ത് ജംഗ്ഷനിൽ ഇടത്തെ സൈഡിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് ചവറയിലോട്ട് പോകുന്ന വഴിയിൽ ഇടത്തെ സൈഡിലൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിനോട് ചേർന്ന് എൻ്റെ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്ന ഒരു കുഞ്ഞു കട ഐറ്റംസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആ കടയിൽ പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ആ ഒരു നമുക്ക് എന്തെങ്കിലും ഒഴിച്ചുകറിയൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പാത്രം കണ്ടില്ലേ, അത് മേടിച്ചത് ഒരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. പ്ലാസ്റ്റിക് ബോട്ടിൽസിന് പകരം ഇത് റീയൂസ് ചെയ്ത് കുറേ എടുക്കാമല്ലോ, നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 2 നോർമൽ സ്നാക്സ് ബോക്സസ് മേടിച്ചു. 2 ഫാൻസി, അതേ ഉള്ള ഇതിനകത്ത് ഫാൻസി ആയിട്ട് ഒന്നൊരു യൂണിക്കോൺ ടൈപ്പും വേറൊന്നൊരു കാർട്ടൂൺ വേറെ എന്തോ ഒരു ബോയ്സിനൊക്കെ പറ്റിയത്. അപ്പോൾ അതിന് തീരെ റേറ്റ് കുറവാണ്. ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കാണ്, കാണാൻ ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇച്ചിരി റേറ്റ് കുറവാണ്, നല്ല 75 എന്തോ ഉള്ളൂ. അവിടെ ഈ എല്ലാ ഐറ്റംസിനും കുറച്ച് റേറ്റ് കുറവാണ്. നമ്മൾ ഈ ഒറിജിനൽ റേറ്റിനെക്കാട്ടി കുറച്ച് കുറവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്നാക്സിന് ഇപ്പോൾ ഇഡലി, ദോശ അല്ലെങ്കിൽ എന്തെങ്കിലും സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഇത് ചെടിമയുടെ ഒരു ഐറ്റം മേടിച്ചു. അപ്പോൾ ആ ചെടിമയുടെ തട്ടം കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷേ അതിനകത്ത് ആക്ച്വൽ പ്രൈസിൻ്റെ നേരെ പകുതിയാണ്. ഞാൻ ആ ഒരു സ്ലിപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം അവരുടെ പ്രൈസ് ആ ആക്ച്വൽ പ്രൈസിനെക്കാട്ടി നല്ല കുറവാണ്. അതുപോലെ ഈ ഒരു ലഞ്ച് ബാഗിൻ്റെ എൻക്വയറിയാണ് കൂടുതൽ വന്നത്. അപ്പോൾ ഇത് 200 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. ബ്രാൻഡ് ഏതാണെന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ ബോട്ടിലെടുത്തപ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, അത് വെക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബാഗ് കിട്ടുമോയെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 2-3 തട്ട നമ്മൾ വെച്ചു, കുപ്പി വെച്ചു, എന്നിട്ടും നല്ല സ്പേസ് ഉണ്ട്, ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഷോപ്പിൽ നിന്ന് മേടിച്ച എല്ലാ ഐറ്റംസും ഭയങ്കര റീസണബിൾ പ്രൈസാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.